ടു അവർ ന്യൂ വീഡിയോ. നമ്മളിന്ന് എടുക്കാൻ പോകുന്നത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു IIT JEEയുടെ ഒരു കോഴ്സായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന പുതിയൊരു ഇതാണ്. അതിൽ മാത്സിൻ്റെ ചാപ്റ്റേഴ്സാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. അതിൻ്റെ കണ്ടൻറ്റ് IIT JEEൻ്റെ കണ്ടൻറ്റ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചാപ്റ്റേഴ്സാണ് എടുക്കുന്നത്. അതിൽ ഫസ്റ്റ് എടുക്കാൻ പോകുന്ന ചാപ്റ്റർ ലോഗരിതമാണ്. വെരി ഇമ്പോർട്ടൻ്റ് ആണ് ലോഗരിതം ഇതിൽ. അപ്പോൾ നമുക്ക് ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ ക്ലാസ്സസ് റെഗുലറായിട്ട് നമ്മൾ എടുക്കുന്നതായിരിക്കും. സോ ഫസ്റ്റ് ചാപ്റ്റർ എടുക്കുന്നത് ലോഗരിതമാണ്. നമുക്ക് ലോഗരിതത്തെ പറ്റി കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാം. ലോഗരിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഗരിതം ഈസ് ദ ഇൻവേഴ്സ് ഓപ്പറേഷൻ ഓഫ് എക്സ്പൊണൻഷ്യൽ ആണ്. ലോഗരിതം ഈസ് ദ ഇൻവേഴ്സ് ഓപ്പറേഷൻ. ബോട്ട് ഇൻവേഴ്സ് ഓപ്പറേഷൻ ഓഫ് എക്സ്പൊണൻസ്, ഇൻവേഴ്സ് ഓപ്പറേഷൻ ഓഫ് എക്സ്പൊണൻസ് ആണ്. ഇൻവേഴ്സ് ഓപ്പറേഷൻ ഓഫ് എക്സ്പൊണൻസ്, അതാണ് ലോഗരിതം എന്ന് പറയുന്നത്. ഇൻവേഴ്സ് ഓപ്പറേഷൻ ഓഫ് എക്സ്പൊണൻസ് ആണ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡെഫിനേഷൻ പറയുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും. ഇഫ് a greater than 0 and not equal to 1, a greater than 0 and not equal to 1, then logarithm of a positive number, logarithm of a positive number n is defined as the index, n is defined as the index x of that power of a, which equals n, that is നമുക്കത് അങ്ങോട്ട് ഇതായിട്ട് എഴുതാം. log a n equal to x if and only if a power x equal to n. ഓക്കെ, അതായത് ഇഫ് എ എന്ന് പറഞ്ഞത് ഒരു ഗ്രേറ്റർ ദാൻ പോസിറ്റീവ് നമ്പർ ആണ് ആൻഡ് വിച്ച് ഇസ് നോട്ട് ഈക്വൽ ടു 1 ആയിരിക്കണം. ദെൻ ലോഗരിതം ഓഫ് എ പോസിറ്റീവ് നമ്പർ n is defined as the index of a of that power of a, index of a and index of a എന്ന് പറഞ്ഞാൽ എന്തിന്റെ പവർ ആയിരിക്കും? എയുടെ പവർ ആയിരിക്കണം. അതെങ്ങനെ നമ്മൾ എഴുതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ log n base a is equal to x. ഇത് നമ്മൾ a എന്ന് പറഞ്ഞാൽ എന്താണ് ബേസ് ആയിട്ട് എടുക്കുന്നത്. log n base a is equal to x if and only if a raised to x is equal to n. That implies, ഒന്നുകൂടി പറയുകയാണെങ്കിൽ എക്സിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? log a base n is equal to n and a greater than 0, a not equal to 1, n greater than 0. a greater than 0 and a greater than 0, a not equal to 1, a not equal to 1 and n greater than 0. ഇതാണ് ഡെഫിനേഷൻ. ഇത് ഓൾസോ നോൺ ആസ് ഫണ്ടമെന്റൽ ലോഗറിതമിക് ഐഡന്റിറ്റി എന്ന് പറയും. ഇറ്റ്സ് ഓൾസോ നോൺ ആസ് ഫണ്ടമെന്റൽ ലോഗറിതമിക് ഐഡന്റിറ്റി. ഫണ്ടമെന്റൽ ലോഗറിതമിക് ഐഡന്റിറ്റി. സോ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ലോഗരിതം എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇൻവേഴ്സ് ഓഫ് ദി എക്സ്പൊണൻസ് ആണ്. ആൻഡ് ബൈ ഡെഫിനേഷൻ നമുക്ക് പറയുകയാണെങ്കിൽ ഇഫ് എ ഗ്രേറ്റർ ദാൻ 0 ആൻഡ് നോട്ട് ഈക്വൽ ടു 1, ദെൻ ലോഗരിതം ഓഫ് എ പോസിറ്റീവ് നമ്പർ n ഡിഫൈൻഡ് ആസ് ദി ഇൻഡെക്സ് എക്സ് ഓഫ് ദാറ്റ് പവർ ഓഫ് എ വിച്ച് ഈക്വൽസ് n, ദാറ്റ് ഈസ് log n power n base a is equal to x if and only if a raised to x equal to n. അപ്പം log n base a is equal to x means അത് നമുക്ക് എങ്ങനെ പവർ ആക്കി എഴുതാം? a raised to x equal to n. ഇതാണ് ഡെഫിനേഷൻ കേട്ടോ. a raised to x equal to n or a power log a n is equal to n, a greater than 0, a not equal to 1, n greater than 0. So it's known as fundamental logarithmic identity. So the function defined by f of x is equal to log ax. ഇങ്ങനെ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ഒരു ഫംഗ്ഷൻ ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്യാണ്. ആൻഡ് എ ഗ്രേറ്റർ ദാൻ 0, എ നോട്ട് ഈക്വൽ ടു 1 ഈസ് നോൺ ആസ് എ ലോഗരിതമിക് ഫംഗ്ഷൻ. ഇത് നമ്മൾ എന്താ പറയണത്? ലോഗരിതമിക് ഫംഗ്ഷൻ. എന്ത് ഫംഗ്ഷനാണ്? ലോഗരിതമിക് ഫംഗ്ഷനാണ്. ഇത് പറയണത് ലോഗരിതമിക് ഫംഗ്ഷൻ എന്നാണ് പറയണത്. ഓക്കെ, ഇനി അതിൻ്റെ ഡൊമൈനും റേഞ്ചും നോക്കാം. ഈ ലോഗരിതമിക് ഫംഗ്ഷൻ്റെ ഡൊമൈൻ എപ്പോഴും എങ്ങനെയായിരിക്കും? ഡൊമൈൻ വരുന്നത് ഓപ്പൺ ഇൻ്റർവൽ 0 to infinity ആണ്. ഓക്കെ, ഓപ്പൺ ഇൻ്റർവൽ 0 to infinity. ഇതാണ്
ലോഗറിതമിക് ഫംഗ്ഷൻ്റെ ഡൊമൈൻ വരുന്നത്. ഓപ്പൺ ഇൻ്റർവൽ 0 ആൻഡ് റേഞ്ച് വരുന്നത് എന്താണ്? ആറാണ് റേഞ്ച് വരുന്നത് 6 വരുന്നത്. ആൻഡ് എ ഈസ് കോൾഡ്, എ നമ്മൾ ഓൾറെഡി പറഞ്ഞു, എ എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസ് ഓഫ് ദി ലോഗറിതമാണ്. എ എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസ് ഓഫ് ദി ലോഗറിതമാണ്. എ ഈസ് ഈക്വൽ ടു ബേസ് ഓഫ് ദി ലോഗറിതമിക് ഫംഗ്ഷൻ. ഓക്കെ, ഒരു പ്രാവശ്യം കൂടി പറയാം. അപ്പോൾ ലോഗറിതം എന്ന് പറയുമ്പോഴത്തേക്കും സിംപ്ലി പറയുകയാണെങ്കിൽ ഇൻവേഴ്സ് ഓപ്പറേഷൻ ഓഫ് എക്സ്പൊണൻസ് ആണ്. ബൈ ഡെഫിനിഷൻ നമുക്ക് പറയുകയാണെങ്കിൽ ഇഫ് എ ഗ്രേറ്റർ ദാൻ 0 ആൻഡ് നോട്ട് ഈക്വൽ ടു 1, ഇമ്പോർട്ടൻ്റ് ആണ്, എ ഗ്രേറ്റർ ദാൻ 0 ആണ്, നോട്ട് ഈക്വൽ ടു 1 ആണ്, ദെൻ ലോഗറിതം ഓഫ് എ പോസിറ്റീവ് നമ്പർ n ഈസ് ഡിഫൈൻഡ് ആസ് ദി ഇൻഡെക്സ് x ഓഫ് ദാറ്റ് പവർ ഓഫ് എ which equals n, that is log n a base a is equal to x if and only if a raised to x equal to n, or a that implies a log a n is equal to n. We substitute എക്സിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ആൻഡ് എ ഗ്രേറ്റർ ദാൻ 0, എ നോട്ട് ഈക്വൽ ടു n ഗ്രേറ്റർ ദാൻ 0. ദിസ് ഈസ് ഫണ്ടമെന്റൽ ലോഗറിതമിക് ഐഡന്റിറ്റി. ദിസ് ഈസ് നോൺ ആസ് എ ഫണ്ടമെന്റൽ ലോഗറിതമിക് ഐഡന്റിറ്റി. ആൻഡ് ഫംഗ്ഷൻ ഡിഫൈൻഡ് ആസ് f of x ഈക്വൽ ടു log x ബേസ് a ഗ്രേറ്റർ ദാൻ 0, a നോട്ട് ഈക്വൽ ടു 1. ഇറ്റ്സ് എ ലോഗറിതമിക് ഫംഗ്ഷൻ. ആൻഡ് ഡൊമൈൻ ആൻഡ് റേഞ്ച് ഓഫ് ദി, ഇമ്പോർട്ടൻ്റ് ആണ്, ഡൊമൈൻ 0 to ∞ റേഞ്ച് എന്തായിരിക്കും? 6 ആയിരിക്കും. ആൻഡ് എ എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസ് ഓഫ് ദ ലോഗറിതമാണ്. ഇനി ബേസ് ഇ വരാണ് ഒരു ലോഗറിതമിക് ഫംഗ്ഷന്റെ ബേസ് ഇ ആണ് വരുന്നതെങ്കിൽ, ലോഗറിതമിക് ഫംഗ്ഷന്റെ ബേസ് ഇ ആണ് വരുന്നതെങ്കിൽ, ലോഗറിതമിക് ഫംഗ്ഷന്റെ ബേസ് ഇ ആണ് വരുന്നതെങ്കിൽ അതിന് നമ്മൾ നാച്ചുറൽ ലോഗറിതം എന്ന് പറയും. എന്ത് പറയും? നാച്ചുറൽ ലോഗ് എന്ന് പറയും. ഇനി ബേസ് 10 ആണ് വരുന്നതെങ്കിൽ അതിന് നമ്മൾ കോമൺ ലോഗ് എന്ന് പറയും. കോമൺ ലോഗ് ബേസ് 10 ആണ് വരുന്നതെങ്കിൽ കോമൺ ലോഗറിതം എന്ന് പറയും. സോ ഇ ആണ് വരുന്നതെങ്കിൽ നാച്ചുറൽ ലോഗറിതം, ബേസ് ഇ ആയിട്ടാണ് വരുന്നതെങ്കിൽ നാച്ചുറൽ ലോഗറിതം എന്നും, ബേസ് 10 ആണ് വരുന്നതെങ്കിൽ കോമൺ ലോഗറിതം എന്നും പറയും. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദ ലോഗറിതം ഓഫ് എ നമ്പർ ഈസ് യുണീക്ക്. ദ ലോഗറിതം of a number is unique. Logarithm of a number is unique. Logarithm of a number എപ്പോഴും എന്തായിരിക്കും? യുണീക്ക് ആയിരിക്കും. അതായത് നോ നമ്പർ ക്യാൻ ഹാവ് 2 different log to given ബേസ്. നമുക്ക് എപ്പോഴും അതൊരു യുണീക്ക് ആയിട്ടായിരിക്കും. 2 different ലോഗത്തിന് സെയിം നമ്പർ തന്നെ വരില്ല. ഇനി അതിൻ്റെ ഒരു 1-2 കാര്യം കൂടി നമുക്ക് നോക്കാം. ഇപ്പം നോക്കുക, ലോഗ് n ബേസ് 10 ആണ്. നമ്മൾ പറഞ്ഞു ബേസ് 10 ആണെങ്കിൽ അതിന് കോമൺ ലോഗറിതമാണ്. അപ്പോൾ അതിന് ആക്ച്വലി 2 പാർട്ട് ഉണ്ടാകും ലോഗറിതത്തിന്. ഒന്ന് ഇൻറ്റീജർ പാർട്ടും അടുത്തത് എന്താണ്? ഫ്രാക്ഷൻ പാർട്ടുമാണ്. എന്താണ്? ഫ്രാക്ഷൻ പാർട്ട്. ഒന്നുകൂടി പറയാം. ഈ ലോഗറിതത്തിന് ലോഗ് n ബേസ് 10 ആകുമ്പോഴത്തേക്കും 2 പാർട്ടുണ്ട്. ഒന്ന് ഇൻറ്റീജർ പാർട്ടും പിന്നെ അടുത്ത എന്താണ്? ഫ്രാക്ഷൻ പാർട്ടുമാണ്. എന്താണ്? ഫ്രാക്ഷൻ പാർട്ടാണുള്ളത്. അപ്പോൾ അതിൽ ഇൻറ്റിജർ പാർട്ടിനെ നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയും, ഫ്രാക്ഷൻ പാർട്ടിനെ നമ്മൾ മാൻഡിസ എന്ന് പറയും. ഈ ഇൻറ്റിജർ പാർട്ടിനെ നമ്മൾ പറയുന്ന പേരാണ് ക്യാരക്ടറിസ്റ്റിക്സ്. ഇനി ഫ്രാക്ഷൻ പാർട്ടിനെ നമ്മൾ പറയുന്ന പേരാണ് മാൻഡിസ. ദെൻ ദ മാൻഡിസ പാർട്ട് ഓഫ് എ ലോഗ് ഓഫ് എ നമ്പർ ഈസ് ഓൾവേസ് കെപ്റ്റ് പോസിറ്റീവ് ആയിരിക്കും. ഈ മാൻഡിസ പാർട്ട് എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇനി the characteristics of log n base 10 bn, the number of digits of n is n plus n. അതായത് ലോഗറിതമിക് ഇപ്പം ലോഗ് 10 ബേസ് 10 എന്നിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്പർ n ആണെങ്കിൽ അതിൻ്റെ നമ്പർ ഓഫ് ഡിജിറ്റ്സ് എത്രയായിരിക്കും? n+1 ആയിരിക്കും. നമ്പർ ഓഫ് ഡിജിറ്റ്സ്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലോഗ് 10 ബേസ് n b n ആണെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ്
ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് log 10 ബേസ് n is equal to n ആണെങ്കിൽ നമ്പർ ഓഫ് ഡിജിറ്റ്സ് അവിടെ എന്തായിരിക്കും n+1 ആയിരിക്കും. ഇനി ക്യാരക്ടറിസ്റ്റിക്സ് -n ആണെങ്കിൽ then there exists n-1 number of zeros after decimal part of n. If characteristics -n ആണെങ്കിൽ അവിടെ എന്തായിരിക്കും n-1 number of zeros after decimal part of n ആയിരിക്കും. നമുക്ക് ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, for y is equal to log x base a be defined as a must be four options ഉണ്ട്. any positive real number b എന്താ പറയുന്നത് any number, b എന്ന് പറയുന്നത് any number, c എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ പറയുന്നത് greater than or equal to e വരും, d എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് any positive real number not equal to 1 ഇങ്ങനെ. അപ്പോൾ for y is equal to log x base a to be defined must be. അപ്പോൾ y എന്ന് പറയുന്നത് ഒരു ലോഗരിതമിക് ഫംഗ്ഷൻ ആണ്, ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഡിഫൈൻഡ് a must be a എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് for in real number any number greater than or equal to any positive real number not equal to 1. നമ്മുടെ ഡെഫിനിഷനിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് if a greater than 0 and not equal to 1 ആണെന്നുള്ളത്. അപ്പോൾ ഇനി പോസിറ്റീവ് റിയൽ നമ്പർ, അപ്പോൾ ആൻസർ എന്താ പറയുന്നത് ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഇനി പോസിറ്റീവ് റിയൽ നമ്പർ ആൻഡ് നോട്ട് ഈക്വൽ ടു 1. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. ഫോർ y is equal to log x base a to be defined must be any positive real number not equal to 1. Next one, second question. Logarithm of logarithm of 32 5 root 4. Root 4 to the base 2 root 2 to the base 2 root 2 is options under 3.6 b 5 c 5.6 d none of this 5.6. okay. എന്തായിരുന്നു 5.6 ഓക്കെ. നമുക്ക് അതിൻ്റെ ആൻസർ നോക്കാം. നമുക്ക് പറഞ്ഞിരിക്കുന്നത് ലോഗരിതം ഓഫ് 32 5 root 4 to the base 2 root 2 എന്ന് പറഞ്ഞതാണ്. അപ്പോൾ നമുക്കിവിടെ റിക്വയർഡ് ലോഗരിതം നമുക്ക് എന്തായിട്ട് എടുക്കാം, എക്സ് ആയിട്ട് എടുക്കാം. റിക്വയർഡ് ലോഗരിതം എക്സ് ആയിട്ട് എടുക്കാം. അതായത് 2 root 2 the whole raised to x. 2 root 2 the whole raised to x equal to 2 root 2 the whole raised to x equal to എന്താ പറഞ്ഞത് the logarithm of 32 to the base 2 root 2 എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ബൈ ഡെഫിനേഷൻ അനുസരിച്ചിട്ട് നമുക്ക് എങ്ങനെ എടുക്കാം 2 root 2 raised to x equal to 32 5 root 4 5th root of 4 എങ്ങനെയാണ്. അപ്പോൾ ഈ 2 root നമുക്ക് എങ്ങനെ എടുക്കാം 2 into 2 raised to നമുക്ക് എങ്ങനെ എഴുതാം 1/2 എന്ന് എഴുതാം അല്ലേ. 2 into 2 raised to 1/2 the whole raised to x equal to 32 നമുക്ക് എങ്ങനെ എഴുതാം 2 power 4 എന്ന് എഴുതാം. 4 എന്ന് എഴുതി കൂടെ. അതേപോലെ തന്നെ 4 നമുക്ക് എങ്ങനെ എഴുതാം
ഇതിന് നമുക്ക് ശരിക്കും 4:1 അല്ലേ 4:1/5 എന്ന് എഴുതാൻ പറ്റും. ഈ 4ന് നമുക്ക് 2 സ്ക്വയർ എഴുതാൻ പറ്റും. ഓക്കെ, അപ്പം 2 സ്ക്വയർ റേസ് ടു അല്ലേ, അപ്പം എങ്ങനെ എഴുതാം 2 സ്ക്വയർ റേസ് ടു 1/5. അപ്പം ഇത് നമുക്ക് എക്സ്പോണൻഷ്യൽ റൂൾ അനുസരിച്ച് 2 പവർ 2/5 അല്ലേ, അങ്ങനെ എഴുതിക്കൂടെ 2 പവർ 2/5. അപ്പോൾ ഇങ്ങനെ എഴുതാം 2 പവർ 2/5 കണ്ടോ. 4ന് നമ്മൾ 2 സ്ക്വയറിന് എഴുതി, √5 റൂട്ടിന് നമ്മൾ 4:1/5 എഴുതി. ഇനി 2ന് 2 സ്ക്വയർ റേസ് ടു 1/5. ഇതിന് എക്സ്പോണൻഷ്യൽ റൂൾ അനുസരിച്ചിട്ട് 2 × 2 2/5 എഴുതി. ഓക്കെ, ദെൻ ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് നമുക്ക് ഒന്നുകൂടി സെപ്പറേറ്റ് ചെയ്യാം. 2 ഇവിടെ 1ഉം 1/2 ആണ്, നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റും 3/2 എന്ന് എഴുതാൻ പറ്റും അല്ലേ. 2 3/2 അപ്പം 3x/2 അങ്ങനെ എഴുതാം. 3x/2. ഇനി ഇത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും 3x/2 2⁵5 + 2/5 5 + 2/5 ഇങ്ങനെ വരും. എക്സ്പോണൻഷ്യൽ റൂൾ അനുസരിച്ച് അല്ലേ, a⁻m × a⁻n അത് തന്നെ ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്, ഇവിടെയും അത് തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ 25 + 2 27/2 27/2 നോക്കുക. ഇത് നമുക്ക് എക്സ്പോണൻഷ്യൽ റൂൾ അനുസരിച്ചിട്ട് നമുക്ക് അതിൻ്റെ പവേഴ്സ് തമ്മിൽ ഇക്വേറ്റ് ചെയ്യാൻ പറ്റും, ബേസ് സെയിം ആയതുകൊണ്ട്. അപ്പോൾ എങ്ങനെ വരും 3x/2 = 27/2 സോറി /5 2 അല്ല /5 27/5. Then x is equal to x എല്ലാം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് x = 27/5 ഇൻറ്റു ഈ 2 എങ്ങോട്ട് പോകും, മേലേക്ക് പോകും, 3 താഴേക്കും വരും. ഇനി 27 9 ടൈംസ് 18/5 എന്ന് വരും. 18/5 നമുക്ക് ആൻസർ പോയിന്റ് ആയിട്ട് കിട്ടും 3.6 ആണ്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ഏതാണ്, ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്, ലോഗറിതം ഓഫ് 32 പവർ 5 √4 to be the base 2√2 എന്നാണ് ചോദിച്ചേക്കണത്. അതിൻ്റെ ലോഗറിതം കണ്ടുപിടിക്കാനാണ്, ലോഗറിതം ഓഫ്. സോ അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും 2√2x = 32 5 √4 ദാറ്റ്സ് = 2 × 2 നമ്മൾ √2 നമ്മൾ എങ്ങനെ എഴുതി 2⁻1/2 എന്ന് എഴുതി. അതേപോലെ ഇതിനെ നമ്മൾ എങ്ങനെ എഴുതി 2⁻2/5 എന്ന് എഴുതി. ഓക്കെ, അതങ്ങനെ കിട്ടിയെന്ന് ഞാൻ പറഞ്ഞു. എങ്ങനെയാണ് ഇത് നമ്മൾ 4⁻1/5 ആണ് വരുന്നത്. 4ന് നമ്മൾ 2 സ്ക്വയറിന് എഴുതി, പിന്നെ എക്സ്പോണൻഷ്യൽ റൂൾ യൂസ് ചെയ്തപ്പോഴത്തേക്കും അതെന്തായി 2⁻2/5 ആയി. അത് അവിടെ അപ്ലൈ ചെയ്തു. എന്നിട്ട് ഇവിടെ ബേസ് സെയിം ആയതുകൊണ്ട് തമ്മിൽ പവേഴ്സ് തമ്മിൽ ആഡ് ചെയ്തപ്പോൾ ഇവിടെ 3x/2 എന്ന് കിട്ടും, ഇവിടെ 27/5 എന്നും കിട്ടി. ബേസ് ഈക്വൽ ആയതുകൊണ്ട് പവേഴ്സ് തമ്മിൽ നമുക്ക് ഇൻഡിസസ് തമ്മിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് അവിടെ ആൻസർ 3.6 എന്ന് കിട്ടും. ഓക്കെ.